Hi all, welcome back to my channel, Unique Kids. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ചാനലിലെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 5ാമത്തെ പാർട്ടായിട്ടാണ്. നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് ഒരുപാട് ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാണ്ട് വെറും 2 സാധനങ്ങൾ വെച്ചിട്ട് അതും വീട്ടിലെപ്പോഴും കിട്ടുന്ന നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കാത്ത നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ട് എങ്ങനെ ഈസി ആയിട്ടുള്ള ഷാർപ്പ് എഡ്ജ് കേക്കിൽ കൊണ്ടുവരാൻ പറ്റുന്നു അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ബേക്കിംഗ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്. ഗിവ് അവേയുടെ റൂൾസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഉള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസിയെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. ഈ ഒരു രീതിയിലാണ് നമ്മുടെ കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീം നിൽക്കേണ്ടത്. ഈ ഒരു സ്റ്റിഫ്നെസ്സിൽ നിൽക്കണം. അതായത് ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിഫ്നെസ് നിർബന്ധമാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഷാർപ്പ് എഡ്ജ് കേക്കിൽ കിട്ടും. അപ്പോൾ ഷാർപ്പ് എഡ്ജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രീമിൽ ചെയ്യുന്ന പരിപാടി, അതായത് ക്രീം പെട്ടെന്ന് കേക്കിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർക്കണം. അപ്പോൾ അതിനായിട്ട് സിമ്പിളായിട്ടുള്ള 2 മെത്തേഡ്സാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ക്രീം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെക്കുക, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ആ ഒരു ക്രീമിൻ്റെ തണുപ്പൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ ക്രീമിന് കുറച്ചെങ്കിലും തണുപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് മെൽറ്റായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരമെങ്കിലും, മിനിമം അരമണിക്കൂറൊക്കെ ഒരുപാട് ഹൈലിട്ട് വയ്ക്കേണ്ട, കുറച്ച് നേരമെങ്കിലും ആ ഒരു ക്രീം ഒന്ന് തണുക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ക്രീം അങ്ങനെ ലൂസായി പോവാണ്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ഐസിങ് ചെയ്യുന്നതിൻ്റെ ടിപ്പ് നമ്പർ 1 പറയാം. ഇതാണ് നൂൻ്റെ 34 നമ്പർ ടിപ്പ്. ഈ ഒരു ടിപ്പ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐസിങ് ഫുൾ ഈസി ആയിരിക്കും. ഈ ഒരു വലുപ്പത്തിലുള്ളത് വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ ചെറുതും ഉണ്ടാവും. ഏകദേശം ഈ ഒരു മോഡലിലുള്ള വേറെ നോസിൽസും ഉണ്ടാവും. ഇത് ബാസ്ക്കറ്റ് നോസിലാണ്. അപ്പോൾ ഇതിൻ്റെ 2 ഭാഗവും നേരെയായിട്ടുള്ള നോസിൽസും ഉണ്ടാവും. അത് വാങ്ങിയാലും മതി. അപ്പോൾ അങ്ങനെയുള്ള ഒരു നോസിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചിട്ട്, ഒഴിവാക്കുന്ന ഒരു സാധനം വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ നോസിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഈ ഒരു നോസിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പാലറ്റ് നൈഫിൻ്റെ ആവശ്യമില്ല. പാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മൾ ലെവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ ലെവൽ ചെയ്യാൻ എടുക്കുന്ന അത്രയും സമയം ക്രീം ലൂസ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു നോസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണോ ക്രീം വേണ്ടത് ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും, കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഈവനായിട്ട് ഒരേ രീതിയിൽ ക്രീം വരും. അപ്പോൾ നമുക്ക് പിന്നെ അത് ലെവൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അത്രയും സമയം നമുക്ക് ക്രീമിൽ കളിക്കുന്ന ആ ഒരു സമയം ഒഴിവാക്കിയിട്ട് ക്രീം ലൂസ് ആവുന്നൊരു പ്രശ്നം നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക. അത് നമുക്ക് 5 മിനിറ്റ് കൊണ്ട് വീട്ടിലുള്ള ഒരു സാധനം വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പൈപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിലാക്കിയിട്ട് നമ്മൾ സാധാരണ ഇതേപോലെ ഞാൻ കേക്കിൽ ചെയ്യുന്നത് പോലെ ഇതേപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഈവനായിട്ട് എല്ലാ ഭാഗത്തും കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് നിറയ്ക്കുന്ന സമയത്ത് ഒരു ബാഗിൻ്റെ ഉള്ളിൽ പൈപ്പിംഗ് ബാഗിൽ ക്രീം നിറച്ച് വെച്ചതിന് ശേഷം വേറൊരു കാലിയായിട്ടുള്ള ബാഗിനുള്ളിലോട്ട് ഈ ഒരു പൈപ്പിംഗ് ബാഗ് ഇറക്കി വെച്ചിട്ട് ഒന്നും കൂടി ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ കൈയിൻ്റെ ചൂട് തട്ടിയിട്ട് ക്രീം മെൽറ്റായി പോകുന്ന ഒരു പ്രശ്നവും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി ലെവലായിട്ടാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ കേക്ക് അടുത്ത ലെയർ വെച്ചിട്ട് ഏതെങ്കിലും ലെയർ താഴ്ന്നിരിക്കാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് വെച്ച ലെയർ ഒന്ന് പതുക്കെ ഒന്ന് പൊന്തിച്ചിട്ട് അവിടെ കുറച്ചും കൂടെ ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗവും ഈവനായിട്ട് കിട്ടും. ഞാൻ ആദ്യം പാലറ്റ് നൈഫ് വെച്ചിട്ടായിരുന്നു ഷാർപ്പ് എഡ്ജ് ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് അതിലും കുറേ എളുപ്പമായിട്ട് എനിക്ക് പെട്ടെന്ന് പണി തീരുന്ന പോലെ തോന്നിയിട്ടുള്ളത് ഈ ഒരു നോസിൽ വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇത് ഓൾറെഡി കയ്യിലുണ്ടായിരുന്നെങ്കിലും ഞാൻ ഉപയോഗിക്കാറില്ലായിരുന്നു. എനിക്ക് ഈസി അതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിലും ഭയങ്കര ഈസി ആയിട്ട് എനിക്കൊരു 10 മിനിറ്റിനുള്ളിലൊക്കെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്
പറ്റാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കേക്കിൻ്റെ ലെയർ വെക്കുന്ന സമയത്തും ചെറിയൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ ഏറ്റവും മുകളിലുള്ള ലെയർ നമ്മൾ അടിഭാഗത്താണ് വെക്കേണ്ടത്, അടിഭാഗത്തുള്ള ലെയർ മുകൾ ഭാഗത്തുമാണ് വെക്കേണ്ടത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നേരെയായിട്ടുള്ള കേക്കിൻ്റെ ലെവൽ കിട്ടും. അതേപോലെ തന്നെ കുറേ ആൾക്കാരൊക്കെ പറയാറുണ്ട്, നമ്മൾ കേക്ക് ഐസിങ് ചെയ്ത് കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഐസിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള ക്രംസ് ഇങ്ങനെ കാണുന്നു, അത് ഭയങ്കര ഒരു ബോറായിട്ടിരിക്കുന്നു എന്ന്. അങ്ങനെ നിങ്ങൾ ക്രംസ് കാണുകയെന്നുണ്ടെങ്കിൽ, ഐസിങ് ചെയ്യുന്ന സമയത്ത് കാണുകയെന്നുണ്ടെങ്കിൽ ആ ഭാഗം പതുക്കെ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാണുന്ന ആ ചെറിയ ക്രംസ് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ക്രീം അപ്ലൈ ചെയ്തിട്ട് അവിടെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. അത് നമ്മളെല്ലാവരും കേക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ്, ചെറിയൊരു ക്രംസ് അവിടെയോ ഇവിടെയോ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലൊന്ന് ചെയ്തെടുത്താൽ മതി. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ, ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിലും ക്രം കോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ക്രം കോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഈസി ആവാൻ വേണ്ടിയിട്ട്, ഐസിങ് നമ്മൾ സ്പാച്ചിലൊക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഈസി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. നമ്മൾ അല്ലാതെ പാലറ്റ് നൈഫൊക്കെ വെച്ച് ലെവലൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ക്രീമൊക്കെ ലൂസാവും. അതൊക്കെ ഒന്നും കൂടെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഈ ഒരു സംഭവത്തിൽ എനിക്ക് ക്രം കോട്ടിൻ്റെ ആവശ്യം ഒട്ടും തോന്നിയിട്ടില്ല. കാരണം നമുക്ക് വേഗം വേഗം ഐസിങ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഓരോ ലെയറും നമ്മൾ ലെവലാക്കി കൊടുക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് ഐസിങ് ചെയ്തിട്ട് ആ ഒരു പരിപാടി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ മുമ്പ് കേക്കിൽ ചെയ്ത പോലെ തന്നെ മേലെ ഭാഗം ഏറ്റവും ലാസ്റ്റത്തെ ലെയറാണ് ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ആ ലാസ്റ്റ് ലെയറും വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ചുറ്റിച്ചെടുക്കുക. അതേപോലെ തന്നെ സൈഡ് ഭാഗവും നമ്മൾ കേക്കിൽ ചെയ്ത പോലെ തന്നെ ഒന്നങ്ങ് ചുറ്റിച്ചെടുക്കുക. അത് കുറച്ചൊരു നിങ്ങൾക്ക് നല്ല എന്താ പറയുക, 2 കളറിലൊക്കെ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 2 കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ഒറ്റ ഷാർപ്പ് എഡ്ജ് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഒരുപാട് ക്രീം നമുക്ക് വേസ്റ്റ് ആവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ നമുക്ക് എന്താ പറയുക, കുറേ ക്രീം ഇങ്ങനെ വടിച്ച് ഒരുപാട് കളയേണ്ടി വരും ശരിക്കും റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ആ ഒരു പ്രശ്നവും ഇതിൽ വരുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം, അതായത് ലാസ്റ്റ് ലെയറും വെച്ചിട്ട് ക്രീം എല്ലാ ഭാഗത്തും ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനമാണ് ഈ ഒരു സ്ക്രാപ്പറിന് പകരമായിട്ട് ഞാൻ എന്താ എടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു കാർഡാണ്. അപ്പോൾ ഇതേപോലുള്ള കാർഡ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. നമ്മൾ ഉപയോഗിക്കാത്ത കാർഡ്സാണ്. നമുക്ക് ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് വിസിറ്റിംഗ് കാർഡോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഉപയോഗിക്കാത്ത ATM കാർഡൊക്കെ വെച്ചിട്ട് ഇതേപോലെ സ്ക്രാപ്പ് ചെയ്ത് കളയാം. നിങ്ങൾ കയ്യിൽ സ്ക്രാപ്പർ വാങ്ങുന്നതിലേക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് കേട്ടോ ഇത്. അതേപോലെ തന്നെ നമുക്ക് വേറൊരു സ്ക്രാപ്പർ ഉണ്ടാവാറുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ലൈൻസുള്ളൊരു ത്രികോണം പോലെയുള്ള, നമുക്ക് ലൈൻസൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ഒരു സ്ക്രാപ്പർ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ രൂപ ചിലവിൽ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ഒരു സ്ക്രാപ്പർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഓരോ പ്രാവശ്യം അത് സ്ക്രാപ്പ് ചെയ്ത് വരുന്ന സമയത്തും അതിലുണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ക്രീം അപ്പം തന്നെ ക്ലീൻ ചെയ്ത് ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു തുണിയോ വെച്ചിട്ട് തുടച്ചിട്ട് വേണം അടുത്ത പ്രാവശ്യം നമ്മൾ സ്ക്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നടുവിൽ ഇതേപോലെയുള്ള ഹോൾസ് കാണും, നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെയുള്ള ഹോൾസ്, ആ ഹോൾസ് നമ്മൾ ഫസ്റ്റ് വടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ക്രീമിൻ്റെ ബാലൻസ് ഉണ്ടാവുമല്ലോ, ആ ഒരു ബാലൻസ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് വേണം രണ്ടാമത്തെ തവണ നമ്മളത് സ്ക്രാപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ക്രീം നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കണമെന്നില്ല. ഞാൻ 1 കിലോ കേക്ക് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് 1.25 കപ്പ് ക്രീമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ 1.25 കപ്പ് ക്രീം എടുക്കുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റാണ്, ഒരുപാടൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ആണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം സ്ക്രാപ്പർ ഉപയോഗിക്കുന്ന സമയത്തും നിർബന്ധമായിട്ടും നമ്മളതൊന്ന് ക്ലീൻ ചെയ്യുക. അത് ഉറപ്പായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ക്രാപ്പർ ക്ലീൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാർപ്പ് എഡ്ജ് ഒരിക്കലും കിട്ടില്ല. അതേപോലെ തന്നെ ക്രംസ് കുറച്ചധികം കാണുന്ന സ്ഥലത്ത് ഒരു എക്സ്ട്രാ കോട്ടും കൂടി, അതായത് ഒരു ലെയറാണ് നമ്മൾ എല്ലാ ഇതിനും കൊടുക്കാറുള്ളത്, ഒരു ലെയർ അധികമായിട്ട് കൊടുത്തിട്ട് വേണം അത് സ്ക്രാപ്പ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ക്രംസ് കാണാനുള്ള ചാൻസ് ഉണ്ട്.
ഇനി നമുക്ക് മേലെ ഭാഗം ലെവൽ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ മേലെ ഭാഗം ലെവൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇതേപോലെ പാലറ്റ് നൈഫൊന്നും ഇല്ലാണ്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ സ്ക്രാപ്പ് ചെയ്ത് കളയുക. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ആയി എല്ലാ ഭാഗവും ഒന്ന് ലെവലായി കഴിഞ്ഞാൽ നമ്മളത് തുടച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ സ്ക്രാപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ശരിക്കും അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ഇളം ചൂടുള്ള വെള്ളം മാറ്റി വയ്ക്കുക. അതിൽ ഈ ഒരു പാലറ്റ് നൈഫ് ഒന്ന് മുക്കിയിട്ട് അതൊന്ന് തുടച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഒന്ന് നന്നായിട്ടൊന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടും ക്രീമിനൊരു ചെറിയൊരു ഗ്ലേസിങ് കിട്ടാനും അത് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ സൈഡ് ഭാഗം ആദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മേലെ ഭാഗം ചെയ്ത് കഴിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മേലെ ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ സൈഡിലുള്ള സൈഡിലുള്ള സാധനങ്ങളൊക്കെ മേലെ വന്നിരിക്കും. അപ്പോൾ നമുക്ക് അത് പിന്നെയും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ സൈഡ് ഭാഗം ചെയ്തിട്ട് പിന്നെ മേലെ ഭാഗം ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം മാത്രമേ നമുക്ക് എക്സസ് ആയിട്ട് വരുള്ളൂ. ആ ഒരു ഭാഗം മാത്രം നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. അതേപോലെ സൈഡൊക്കെ നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് കളഞ്ഞാൽ മേലെ ഭാഗത്ത് ഒരു ഇച്ചിരി ഇങ്ങനെ പൊങ്ങിയിരിക്കും. അത് ഇതേപോലെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കളയുക. അങ്ങനെ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ ഒരു ഇച്ചിരി സൈഡിലോട്ടാവും. അതൊന്നും കൂടെ കറക്കി എടുത്താൽ മതി. അത് നമ്മൾ എക്സ്പീരിയൻസ് വഴി നമുക്ക് കുറച്ച് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് ഷാർപ്പ് എഡ്ജ് കിട്ടണമെന്നില്ല. അപ്പോൾ ആദ്യത്തെ ട്രയൽ തന്നെ ഷാർപ്പ് എഡ്ജ് കിട്ടിയിട്ടില്ല എന്നൊന്നും വിചാരിച്ചിട്ട് ആരും കേക്ക് ചെയ്യുന്നതൊന്നും നിർത്തരുത്. എക്സ്പീരിയൻസ് വഴി നമുക്ക് അതിൻ്റെ സ്പീഡ് കൂടും, കേക്കിൻ്റെ ഭംഗി കൂടും, ഒക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുക. വിപ്പിംഗ് ക്രീം സ്റ്റിഫായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വിപ്പിംഗ് ക്രീമിൽ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഓവർ ബീറ്റ് ആവാണ്ടിരിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ഈ ഒരു ടിപ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഷാർപ്പ് എഡ്ജ് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫീഡ്ബാക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെയോ അല്ലെങ്കിൽ താഴെ കമൻസോ ആയിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.